അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസം കേട്ടോ. കുറച്ച് ഷോപ്പിങ്, പിന്നെ ചെറിയൊരു വർക്ക് തീർക്കാനുണ്ട്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ ഫുള്ള് ഇന്ന് തിരക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റു, പല്ലൊക്കെ തേച്ചു, ചായയൊക്കെ കുടിച്ചു, പെട്ടെന്ന് മേക്കപ്പിലേക്ക് കിടന്നു. ഫസ്റ്റ് സ്കിൻ കെയറാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മേക്കപ്പ് ചെയ്തു. അങ്ങനെ സ്റ്റെപ്പായി ഓരോന്ന് ചെയ്ത് പെട്ടെന്ന് തീർത്തിട്ട് വേഗം പോകാനുള്ള പരിപാടിയില്ല കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടു, പിന്നെ ജ്വല്ലറി ഇട്ടു, പെർഫ്യൂം മസ്റ്റാ. എവിടെ പോവാണേലും പെർഫ്യൂം എനിക്ക് വേണം. അതില്ലാണ്ട് എന്തോ ഒരു പോലെ. അപ്പോൾ പിന്നെ പെർഫ്യൂം അടിച്ച് അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് ഷോയൊക്കെ ഇറക്കി പെട്ടെന്ന് ഇറങ്ങി. കാരണം ടൈമില്ല, പോയി വന്നിട്ട് വേണം എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. അനിയത്തിണ്ടായിരുന്നു കൂടെ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ചൊക്കെ ഈസിയായി. ഒന്ന് സോപ്പിട്ടാൽ മതിയല്ലോ. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ പോയത് പ്രിൻ്റ് എടുക്കാനാണ്. പ്രിൻ്റ് എടുക്കാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞു നേരെ ഫ്ലവർ ഷോപ്പ് കയറി, ഫ്ലവർ വാങ്ങി. പിന്നെ അവിടെ തന്നെ റാപ്പർ ഷീറ്റ് വാങ്ങി. മറ്റേ ഫ്ലവർ ഷോപ്പ് അല്ല കേട്ടോ, ഇത് സ്റ്റേഷനറി ഇല്ലേ, അങ്ങനത്തെ ഷോപ്പാണ്. മറ്റേ പ്ലാസ്റ്റിക് ഫ്ലവർ വാങ്ങി, കുറച്ച് ഗിഫ്റ്റ് ഷീറ്റ് വാങ്ങി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പോയത് നേരെ ജാം ഹൈപ്പർ മാർക്കറ്റിലേക്കാട്ടോ. അവിടെ നിന്ന് നമുക്ക് കുറച്ച് സ്റ്റേഷനറി കാര്യങ്ങളും ഫുഡ് ഐറ്റംസും എടുക്കാണ്ടായിരുന്നു. പോകുന്നിടക്ക് മറ്റേ എന്തൊക്കെയോ ഇടയിലൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മോളിൽ പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി എടുത്തു. അങ്ങനെ ഓരോ പരതി നോക്കുന്ന തിരക്കിലാണ്. ക്യൂട്ട് കണ്ട നമ്മൾ വിടൂലല്ലോ, നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരുന്നു കുറേ നേരം. അങ്ങനെ സമയം പോയിട്ടോ. ഓരോ സാധനം ഞാൻ നോക്കിയെടുക്കുന്നിടയിൽ മറ്റാൾ വന്നിട്ട് ഇത് നോക്ക് താത്ത, ഇത് കണ്ടോ, ഇത് വാങ്ങിയാലോ നോക്കി. പിന്നെ പോയത് എസ് ഭാരതിലേക്കാണ്. അവിടെ പോയപ്പോഴോ ഫുൾ തിരക്ക്. എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു 10 ഡേയ്സിൻ്റെ. അപ്പോൾ പിന്നെ അവിടെ കാല് കുത്താൻ സ്ഥലമില്ലാതെ നിൽക്കുന്നത്. പിന്നെ ഞാനൊരു സാരി കണ്ട് അവിടെ മയങ്ങി വീണ് പോയി. എന്തൊരു ഭംഗിയാ അറിയോ, നല്ലൊരു വെറൈറ്റി ലുക്ക് ഉണ്ട്. വൈറ്റിലാണ് വരുന്നത്, നല്ലൊരു ഭംഗിയുള്ളൊരു സാരി. അത് കുറേ നേരം നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും താഴത്തേക്ക് തിക്കും തിരക്കിൻ്റെ ഇടയിൽ കൂടി വന്ന് ബാഗിൻ്റെ അവിടെ എത്തിപ്പെട്ടു. ബാഗുകൾ കണ്ടപ്പോഴോ ഇത് മൊത്തം വാങ്ങിയാലോ എന്ന് ആലോചിച്ചിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനുള്ള സാഹചര്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ബാഗെല്ലാം നോക്കി അവിടെ തന്നെ വെച്ചെടുത്ത് തന്നെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് കിച്ചൺസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ നേരം നുള്ളി പൊറുക്കി നോക്കി കുറച്ചേറെ സമയം അവിടെ കളഞ്ഞു. പിന്നെ മുകളിൽ പോയി 2 ടോപ്പൊക്കെ നോക്കി അതെടുത്തു. കുറച്ച് ഷോയൊക്കെ ഇറക്കി അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ കോഫി എല്ലാം കുടിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലായി. അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ ഫ്രഷായി പെട്ടെന്ന് ഇതിലേക്ക് തന്നെ ഇരുന്നു, വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി, അത് വീഡിയോ എടുക്കാനുള്ള മറന്നുപോയി. പിന്നെ പാക്ക് ചെയ്യുന്ന വിചാരിച്ചിട്ട് പാക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തു. ഇൻസ്റ്റഗ്രാമിൽ ജുമിയാത്ത് എന്നുള്ളൊരു അക്കൗണ്ട് ഉണ്ട്. എൻ്റെ അക്കൗണ്ടാണ്, എൻ്റെ സ്വന്തം അക്കൗണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒന്ന് ഫോളോ ചെയ്യാനല്ലേ ഉള്ളൂ, ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഓക്കെ. വലിയതായിട്ടൊന്നും പാക്ക് ചെയ്തില്ല, കൈ കൊടുക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് വലിയതായിട്ട് പാക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചു, ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, സ്കിൻ കെയർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈസ്തറ്റിക് ലുക്ക് ഒക്കെ കിട്ടാൻ വേണ്ടി മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒന്ന് സെറ്റായിട്ട് അങ്ങ് ഇരുന്നു. എൻ്റെ വൈപ്സ് ഒക്കെ ഇട്ട് ഒന്ന് ക്ലെൻസറൊക്കെ തേച്ചു, ഒന്ന് ഫ്രഷ് ആക്കി എടുത്തു മുഖം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സെറാണ് യൂസ് ചെയ്യുന്നത്. സെറ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസർ നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഐ ക്രീം ആട്ടോ യൂസ് ചെയ്തത്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്ലിക്സിൻ്റെ ഗ്ലോ സ്കിന്നാണ് കുടിക്കുന്നത്. ഇതൊരു ടാബ്ലറ്റ് പോലെയാണ് വരുന്നത്.
നമ്മൾ ജസ്റ്റ് വാട്ടറിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ മറ്റേ ഫിസ് പോലെയൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വരും. അത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കുടിക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പ് കുടിക്കരുത്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടേ കുടിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് മുഖത്തിനൊന്ന് ഗ്ലോ ആയി കിട്ടും, ഡാർക്ക്നെസ്, അങ്ങനെയുള്ള ഹെൽത്തി സ്കിന്ന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.